ഞാൻ ദിലീപിൻ്റെ ഒരു വിവരം പറയാനാണ് വന്നുള്ളത്. ദിലീപ് കുറേ നാളായിട്ട് നമ്മളെ എൻജോയ്മെൻറ്റുകളും കാര്യങ്ങളൊന്നും വീഡിയോകളൊന്നും അങ്ങനെ സ്പ്രെഡ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ കാവ്യ മാധവനും അതുപോലെ തന്നെ കുടുംബടക്കം ഒരു റിസോർട്ടിൽ കേരളത്തിൽ തന്നെ ഒരു റിസോർട്ടിൽ അടിച്ച് പൊളിച്ച് നടക്കണ്, ബോട്ട് ഓടിക്കണ്, അതുപോലെ സൈക്കിൾ ചവിട്ടണ്, കാവ്യമാധവൻ ചെറിച്ച് സംസാരിക്കണ്. ആ സംഭാഷണങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ വെക്കുന്നില്ല എന്ന് മാത്രമല്ലോ, അത് അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പക്ഷേ ആ റിസോർട്ടിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അവർ. പക്ഷേ എന്നിരുന്നാലും നമുക്കത് വളരെ എൻജോയ്മെൻ്റായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് നമ്മുടെ കാവ്യമാധവനും ദിലീപ് അതിനേക്കാളും ആ ടെൻഷനൊക്കെ മാറിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അത്ര ഭംഗിയായിട്ടാണ് കാണുന്നത്. നമ്മൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാവ്യമാധവന് ഇപ്പോൾ ഒരു വലിയൊരു ചർച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാവ്യമാധവന് 500 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് പറയുന്നത്. കാവ്യമാധവന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 41 വയസ്സായി. ഈ 41 വയസ്സായപ്പോൾ കാവ്യമാധവന് 500 കോടി രൂപയുടെ സമ്പത്തുണ്ടെന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ പറയുന്നതാണ്, അതുപോലെ ആക്ടർമാർ പറയുന്നതാണ്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 500 കോടി രൂപയുടെ സമ്പത്തൊന്നുമില്ല. കാവ്യമാധവന് 10 മുതൽ ഒരു 50 കോടി രൂപയുള്ള ആസ്തിയാണല്ലോ. 70ഓളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ റെമോണ്ടേഷൻ എല്ലാ നടികളെക്കാളും കൂടുതൽ മേടിച്ചുള്ള ഒരു നടിയാണ്. അതുപോലെ തന്നെ ബിസിനസ് വുമണാണ്. ലക്ഷ്യ എന്ന പേരിൽ ഓൺലൈനിൽ ഒരു വസ്ത്രവ്യാപാരം നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് വളരെ ഭംഗിയായ രീതിയിലാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. അത് ഭയങ്കര ലാഭത്തിലാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ 500 കോടി രൂപ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ ആസ്തിയും കൂടിയിട്ടാണ് ഈ 500 കോടി എന്ന് പറയുന്നത്. അവരെല്ലാം രണ്ടുപേരും ഒരു വീട്ടിലാണല്ലോ. അപ്പോൾ അങ്ങനെ 500 കോടി രൂപയുടെ ആസ്തിയുടെ ഉടമയായി കാവ്യമാധവൻ. അത് ദിലീപിൻ്റെ ആസ്തിയും കൂടിയിട്ടാണ്. ദിലീപാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സിലുള്ള ആളാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകളുണ്ട്, അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ച കാശുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ബിസിനസ്സുകളുണ്ട്. എല്ലാം കൂടി 500 കോടിയിലും മേലെ വരുന്ന നമുക്ക് തോന്നണത്. ഇപ്പോൾ ശരി, അതല്ല നമ്മുടെ വിഷയം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് ചുള്ളനും അതുപോലെ തന്നെ മാധവൻ ചുള്ളത്തിയുമായിട്ടുള്ള ഫോട്ടോസുകളും വീഡിയോസുകളാണ് വരുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലൊരാഗ്രഹം എന്താണ്, ഇവർ രണ്ടുപേരും ഒരു പടത്തിൽ ഒരുമിച്ച് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം മലയാള പ്രേക്ഷകർക്കെല്ലാം ഉണ്ട്. അതിന് കാരണം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ പടങ്ങളൊന്നും പണ്ടത്തെ പോലെ വിജയമാവുന്നില്ല. ഫാമിലികൾ നമ്മുടെ ദിലീപിൻ്റെ പടം കാണാൻ വരുന്നില്ല. അപ്പോൾ അടുത്ത് ഇത്തിരി ഫാമിലികൾ വന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു പടത്തിന് മാത്രമാണ്. അപ്പോൾ എല്ലാ പടങ്ങളും വളരെ ഫ്ലോപ്പാണ്. അപ്പോൾ ദിലീപിന് ഈ സമയത്ത് ആവശ്യമാണ് നമ്മുടെ ഇവർ രണ്ടുപേരും കോമ്പിനേഷനായിട്ടുള്ള ഒരു പടം. ആവശ്യമല്ല, അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫൈറ്റ് പടമോ അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റോറിയോ ഒന്നും ആവണ്ട